നമസ്കാരം. നമ്മളിന്ന് ചെറിയൊരു ASUSന്റെ ഒരു ചെയ്യാൻ വേണ്ടിയിട്ടാണ് വന്നത്. അപ്പൊ നമ്മളുടെ അഭിമന്യു ഇവിടെ ഉണ്ട്. ഇതാണ് നമ്മുടെ അഭിമന്യാണ് നമ്മുടെ മെയിനാണ് കേട്ടോ. മൊബൈലൊക്കെ ഉണ്ടാവും. ഓക്കെ, അപ്പൊ നമ്മളിതിന്റെ ASUSന്റെ വിശേഷത്തിലേക്ക് കിടക്കാം. ഓക്കെ, ഇതാണ് നമ്മുടെ ASUSന്റെ Vivo 15 എന്ന് പറയുന്ന ഒരു മോഡലാണ് ഇത് കാണുന്നത്. Vivo 15 ഒരു 15.6 സ്ക്രീൻ സൈസ് വരുന്നത്. പിന്നെ അത്യാവശ്യം നല്ലൊരു 4-4.5 മണിക്കൂർ നമുക്ക് ബാക്കപ്പ് നമുക്ക് കിട്ടുന്നുണ്ട്. നമ്മുടെ റിവ്യൂസ് കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് ഏകദേശം ഒരു കാര്യങ്ങളൊക്കെ നമുക്ക് കിട്ടുന്നുണ്ട്. ഓക്കെ, പിന്നെ അതുപോലെ തന്നെ ഇതിന്റെ സ്റ്റോറേജ് വരുന്നത് ഈ ലാപ്ടോപ്പിന്റെ സ്റ്റോറേജ് 256 SSD ആണ് ഇതിനകത്ത് വരുന്നത്. പിന്നെ അതുപോലെ തന്നെ 8 GB RAM ആണ്. ഓക്കെ, അപ്പോൾ അത്യാവശ്യം നല്ല ക്വാളിറ്റി എനിക്ക് തോന്നുന്നുണ്ട്. ഇപ്പോൾ നമ്മൾ ഏകദേശം യൂസ് ചെയ്ത് തുടങ്ങിയിട്ട് ഏകദേശം ഒരു 1 വീക്ക് ആയി. അപ്പോൾ അത്യാവശ്യം നല്ല ക്വാളിറ്റി കാര്യങ്ങളൊക്കെ കിട്ടുന്നുണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ ലാപ്ടോപ്പ്. അപ്പോൾ നമുക്ക് ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്ത് കാണിച്ചു തരാം. ഇതാണ് ഓപ്പൺ ചെയ്യുമ്പോൾ കേട്ടോ, നമ്മളിവിടെ ഓപ്പൺ ചെയ്യാൻ പോവാണ് കേട്ടോ. ഓക്കെ, ഇതാണ് നമ്മൾ ഓപ്പൺ ചെയ്യുമ്പോൾ നമ്മളുടെ ഈ ഒരു ലാപ്ടോപ്പിൻ്റെ ഒരു ഭംഗിയാണോ. ഇതാണ് നമ്മളുടെ അത്യാവശ്യം നല്ല ക്വാളിറ്റിയിൽ ഫിനിഷിങ് കാര്യങ്ങളൊക്കെ നല്ല സ്റ്റൈലായിട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ അതിൻ്റെ പോലെ തന്നെ നമുക്ക് ടച്ച് പാഡിൻ്റെ റൈറ്റ് സൈഡിൽ ടോപ്പ് സൈഡിലായിട്ട് ഇതിനകത്ത് നമുക്കൊരു ഫിംഗർ പ്രിൻറ്റിൻ്റെ ഒരു ഫിംഗർ ലോക്കിൻ്റെ ഒരു ഓപ്ഷൻ കൂടി വന്നിട്ടുണ്ട്. നമുക്ക് ജസ്റ്റ് ഒന്ന് പവർ ഓൺ ചെയ്യാം. ഓക്കെ, ASUSന്റെ ലോഗോ കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. ഉണ്ണിക്കൂട്ടം കാണുന്നില്ലേ? ഓക്കെ, ഇവിടെ ഒന്ന് നോക്കാം. അപ്പോൾ കമ്പ്യൂട്ടർ വന്നിട്ടുണ്ട്. അപ്പോൾ അധികം ടൈമും കാര്യങ്ങളൊന്നും എടുക്കുക തന്നെ ആവും. ഇതിപ്പോൾ ഞാൻ ഓൾറെഡി നമ്മൾ ലോഗിൻ ID കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു ഫസ്റ്റ് റിവ്യൂ ചെയ്യുന്നതിന് മുമ്പായിട്ട്. ഓക്കെ, നമ്മുടെ ഒരു അപ്ഡേഷൻ വന്നിട്ടുണ്ടായിരുന്നു. പക്ഷേ ചെറിയൊരു ലാഗിങ് വന്നിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ഇതാണ് നമ്മളുടെ ഓപ്പൺ ചെയ്യുമ്പോൾ ഉള്ളത്. ഇതൊരു ബേസിക് ലാപ്ടോപ്പാണ്. ഇതിനകത്ത് പ്രോസസ്സർ വരുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ റൈസന്റെ 3 ആണ്. 3200 റൈസൻ പ്രോസസ്സറാണ് ഇതിനകത്ത് വരുന്നത്. ഓക്കെ, പിന്നെ ഇതിനകത്ത് നമുക്ക് എക്സ്ട്രാ ആയിട്ട് പറയാനുള്ളതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പല ആളുകളും നമ്മളോട് ചോദിക്കാറുണ്ട് വീഡിയോ എഡിറ്റിംഗോ ഫോട്ടോ അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇതിൽ ചെയ്യാൻ പറ്റുമോ എന്നുള്ള കാര്യം പല ആളുകളും ചോദിക്കാറുണ്ട്. അപ്പോൾ എനിക്കും അങ്ങനെ ഒരു ചെറിയ സംശയം ഉണ്ടായിരുന്നു. ഇപ്പോൾ റൈസൻ 3-ക്കകത്ത് നമുക്ക് ഫോട്ടോഷോപ്പ് അല്ലെങ്കിൽ വീഡിയോ Adobe Premiere കാര്യങ്ങൾ ചെയ്യാൻ പറ്റുമോ എന്നുള്ള കാര്യം അത്യാവശ്യം നമ്മളിപ്പോൾ എന്തായാലും 2 ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട്. ഫോട്ടോഷോപ്പ് ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ഇതിനകത്ത് നടക്കും. പിന്നെ അതുപോലെ തന്നെ പ്രീമിയർ നമ്മൾ ഇൻസ്റ്റാൾ പ്രീമിയറിന്റെ CS6 അഡോബിന്റെ CC6 ആയിട്ടുള്ള CS6 ആണ് നമ്മൾ ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ പ്രീമിയർ നമുക്ക് ഓപ്പൺ ആയി വരാനായിട്ട് എത്ര ടൈം എടുക്കും എന്നുള്ള കാര്യം നോക്കാം. ഇപ്പൊ ഞാൻ ഓപ്പൺ ചെയ്യാൻ പോവാണ്. ഓക്കെ, നിങ്ങൾക്ക് കാണാൻ കഴിയുമല്ലോ അല്ലേ? പെട്ടെന്ന് നമുക്ക് ഓപ്പൺ ചെയ്യാൻ പറ്റുന്നുണ്ട്. അത്യാവശ്യം നല്ല സൗണ്ട് ക്വാളിറ്റി കാര്യങ്ങളൊക്കെ ഉണ്ട് ഇതിനകത്ത്. ജസ്റ്റ് ഒരു വീഡിയോ ഒന്ന് പ്ലേ ചെയ്ത് കാണിക്കാം. വൈഫൈ കണക്ട് ചെയ്തിട്ടില്ല. വൈഫൈ ഒന്ന് കണക്ട് ചെയ്യാണ്. ആരോന്നാണ് ഉച്ച ഓക്കെ, നമ്മളിപ്പോ യൂട്യൂബ് ഓപ്പൺ ആയി വന്നിട്ടുണ്ട്. ഇപ്പൊ ഇതാണ് നമ്മുടെ യൂട്യൂബ്. നമുക്ക് ഏതെങ്കിലും ജസ്റ്റ് ഒരു വീഡിയോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു നമുക്കൊന്ന് ജസ്റ്റ് പ്ലേ ചെയ്ത് നോക്കാം. ഇപ്പൊ ഏത് പാട്ടാണ് വെക്കുക? സീതാരാമം വെക്കുക അല്ലെ? ഏത് പാട്ടാണ് വെക്കുന്നുണ്ട് കൂട്ടാ? സീതാരാമം വെച്ചാൽ മതിയോ? സീതാരാമം ട്രെയിലർ. ഓണായി വരുന്നുണ്ടോ? വർഷങ്ങൾക്ക് മുമ്പല്ല നല്ല കാര്യങ്ങളൊക്കെ മഹാലക്ഷ്മി കുട്ടിക്കണം. നല്ല ക്വാളിറ്റിയാണ്.
ആദ്യമായിട്ട് ലാപ്ടോപ്പ് മേടിക്കാൻ ആഗ്രഹമുള്ള ആളുകളാണെന്നുണ്ടെങ്കിൽ നമുക്ക് ASUSന്റെ ഇതൊരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി ലാപ്ടോപ്പാണ്. നമുക്ക് അത്യാവശ്യം അധികം എമൗണ്ട് സ്പെൻഡ് ചെയ്യാതെ നമുക്ക് ഇത് ചെയ്യാൻ പറ്റുന്ന ഒരു ലാപ്ടോപ്പാണ് കേട്ടോ. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ ബാക്കിയുള്ള പിന്നെ ഇതിൻ്റെ ബാറ്ററി ബാക്കപ്പ് അത് നമുക്ക് പറയാനായിട്ട് വിട്ടുപോയി. ബാക്കപ്പ് നമുക്ക് ഏകദേശം ഒരു 4 മണിക്കൂർ കിട്ടുന്നുണ്ട്. കണ്ടിന്യൂസ് യൂസ് ചെയ്തിട്ട് നമുക്ക് ഏകദേശം 4 മണിക്കൂർ കിട്ടുന്നുണ്ട്. അപ്പോൾ നമുക്ക് കുഴപ്പമില്ല. ടോട്ടൽ ഓവറോൾ നോക്കുമ്പോൾ നമുക്കൊരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി ലാപ്ടോപ്പ് അങ്ങനെയുള്ള രീതിയിൽ നമുക്കിത് ഉപയോഗിക്കാം. ഓക്കെ, താങ്ക്സ്.